ഹഖ്ഖുൻ ലാ നിഖാശ ഫീഹി, the ultimate truths, the non-negotiable truths. പിന്നെ അവിടെ ചോദിക്കേണ്ട കാര്യമില്ല. അത് ബോധ്യപ്പെടുത്താനാ ഇസ്രാഉം മിഅ്റാജും പുണ്യ നബിയെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചത്. وما جعلنا الرؤيا التي أريناك إلا فتنة للناس. പരിശുദ്ധമായ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണിതെന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അതല്ല, ഇത് തന്നെയാവണം ഹുദൈബിയ സന്ധിയിൽ അവസാനിച്ച ഹബീബിന്റെ ഉംറയെ കുറിച്ചുള്ള ആ ആയത്തിനെ ആ ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള പരാമർശമാണോ എന്നും ഇവിടെ ചർച്ചയുണ്ട്. പക്ഷേ ഇതല്ലാഹു തആല ജല്ല ജലാലു ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കി കൊടുത്ത അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ മലകൂത്ത് സമാഇന്റെ അദൃശ്യ ലോകത്തിന്റെ രഹസ്യങ്ങളെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന റുഅ്യ, ആ റുഅ്യ അല്ലാഹു നടപ്പിലാക്കി കൊടുത്തത് ചില ആളുകളുടെ ഈമാൻ പരീക്ഷിക്കാൻ തന്നെയാണ്. സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ പരീക്ഷണാവുക? ഒരാൾ ഇവിടെ നിന്ന് പറയാ, ഞാനിപ്പോ ഇന്ന് രാവിലെ ദുബായി പോയി വന്നിട്ടാ. എപ്പോ? നീ രാവിലെ പുരയിന്ന് ഇറങ്ങി കണ്ടില്ലേ? അപ്പോഴേക്കും ഞാൻ ദുബായി പോയി വന്നിട്ടുണ്ട്. അതെപ്പോടാ? അപ്പൊ പറയാണ്, ഞാൻ നല്ല സ്വപ്നം കണ്ടടാ, രാവിലെ എണീറ്റപ്പോൾ അറിയുന്നത് ഞാൻ മാസത്തിൽ കൊണ്ട് തന്നെയാണ്. ആർക്കെങ്കിലും വല്ല വിഷയമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? സ്വപ്നം കൊണ്ട് അമേരിക്ക വരെ പോയി എന്ന് വിചാരിക്കുക. പോട്ടെ, ഫോൻ ഒന്നാം ആകാശം കഴിഞ്ഞ് രണ്ടാം ആകാശത്ത് പോയിട്ടാ വന്നൊന്ന് സ്വപ്നം കണ്ട് പറഞ്ഞാൽ വല്ല ഫിത്തിന അതുകൊണ്ടുണ്ടോ? ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? ഇല്ല. കാരണം സ്വപ്നത്തിൽ ഒരാൾക്ക് എന്തും കാണാം. അതുകൊണ്ട് ഹബീബിന്റെ സ്വപ്നത്തെക്കുറിച്ചല്ല ഫിത്നതൻ ലിന്നാസ് എന്ന് പറയുന്നത്. പിന്നെയോ, എൻ്റെ ഹബീബ് ഇങ്ങനെ ഒരു യാത്ര നടത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐൻസ്റ്റൈൻ്റെ ഒരു തിയറി കൊണ്ടുവരും, ഒരു ഖാഇദ. എന്താണ് ആ ഖാഇദ? ഒരു ഐനും ലാ തസ്തതിഉ ഐനുൻ അൻ യുസാഫിർ ബിസുറഅത്തിൽ ലൗഹ്. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു വസ്തുവിനും ഒരു ഐനിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഖാഇദ. Nothing can travel in the velocity of light. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരാൾക്കും ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്നല്ലേ? പിന്നെ എങ്ങനെ ഒരു മനുഷ്യനായ ആൾ, അതും ബിഅബ്ദിഹി അസ്റാ ബിഅബ്ദിഹി, സ്വപ്നം കണ്ടതല്ല. അബ്ദ് എന്ന് പറയുന്നത് ജിസ്മും റൂഹുമുള്ള ഒരവസ്ഥയിൽ പറയുന്ന വാക്കാണ്. ഹബീബായ നബി തങ്ങളെന്ന അല്ലാഹുവിന്റെ അബ്ദിനെ അല്ലാഹു കൊണ്ടുപോയി. എന്തിനെയല്ല കൊണ്ടുപോയത്? റൂഹിനെയല്ല കൊണ്ടുപോയത്, അബ്ദിനെ കൊണ്ടുപോയി. അസ്റാ ബിഅബ്ദി. അല്ലാഹു പറഞ്ഞു, ഇതേ എൻ്റെ റസൂല് ഞാനങ്ങ് പോയി എന്ന് പറഞ്ഞതല്ല. ഞാനങ്ങ് പോയി എന്നാണോ അള്ളാഹു ആയത്തിറക്കിയത്? അല്ല. എന്താണ്? അള്ളാഹു ഹബീബിനെ കൊണ്ടുപോയി. അപ്പോ ഒരു കുട്ടി പറയാണ്, ഞാൻ ഇവിടുന്ന്, മോന്റെ പേരെന്താ? മോനെ സയാൻ പറയാണ്, ഞാൻ ഇവിടുന്ന് മംഗലാപുരത്ത് പോയി. സയാൻ എങ്ങനെ പോയി മോനെ? ഞാൻ അങ്ങ് പോയി. നീ പോയാ? ഞാൻ പോയി. ഓക്കെ. സയാൻ ഒറ്റയ്ക്ക് മംഗലാപുരത്ത് പോയി. എന്നിട്ട് നീ ഇപ്പം തിരിച്ചു വന്നോ? ഭയങ്കര അത്ഭുതമാണല്ലോ, നീ ബമ്പനാണല്ലോ. അങ്ങനെ പറയല്ലേ, ജോൺ ബമ്പൻ. സയാൻ പോയി. പിന്നെ അവൻ പറയാണ്, ഞാൻ പോയത് എൻ്റെ ഉപ്പൻ്റെ കൂടെയാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നീ പോയിട്ടുണ്ട്, നിന്റെ കൂടെ ബാപ്പ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ബാപ്പ കാറിലിട്ട് കൊണ്ടുപോയതാ. അപ്പൊ പിന്നെ സയാന് നടക്കാൻ പറ്റുമെന്നല്ല അവിടെ നോക്കുക. വാപ്പക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നുണ്ടോ? വാപ്പക്ക് വണ്ടി ഉണ്ടോ? വാപ്പ പോകാൻ കഴിയുന്ന ആളാണോ? എങ്കിൽ വാപ്പയുടെ താബിയായിട്ട് കുട്ടി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? കുട്ടി ഒറ്റക്ക് പോയി എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. കുട്ടിയെ ഒരാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഞാൻ ബോംബെ വരെ പോയി എന്ന് പറഞ്ഞു, നമുക്ക് വിശ്വസിച്ചൂടെ? കൂടെ ആളുണ്ടെങ്കിലേ. അതുകൊണ്ട് അല്ലാഹു പറയാ, അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു അവന്റെ അബ്ദിനെ കൊണ്ടുപോയതാണ്. അപ്പോ നിങ്ങൾ അബ്ദിന്റെ ഖുദ്റത്തിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, കൊണ്ടുപോയ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ്ക്കത് കഴിയൂല്ലേ എന്ന് നോക്കിയാൽ മതി. ഹബീബായ നബി ഒറ്റക്ക് പോയി എന്നല്ലല്ലോ പറയുന്നത്. എന്താ പറയുന്നത്? സുബ്ഹാന. ഇനി പറയാൻ പോകുന്ന വിഷയം അത്ഭുതത്തിന്റെ വിഷയമാണ്.
അത്ഭുതങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോഴ ആയത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന് പറയാ. ഇനി പറയാൻ പോകുന്നത് അത്ഭുതമാണ്. അതുകൊണ്ട് സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയാൻ റെഡിയായിക്കോളൂ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു അത്ഭുതമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാ സുബ്ഹാന എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഇനി പറയുന്നത് ഒരു സാധാരണ സംഗതിയല്ല. നിങ്ങൾക്ക് അത്ഭുതം വരും, നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ബെവിൽഡർമെന്റ് വരും. ബെവിൽഡറിംഗ് എന്ന് പറയും, അന്തം വിട്ടുപോകുക എന്ന വാക്കിന്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അലിഹയ ഇലഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാത്രിയുടെ അല്പസമയത്തിനകം അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല കൊണ്ടുപോയത് മഹാത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനാൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, എൻ്റെ അബ്ദ്, എൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് പോയി എന്ന അവകാശവാദം നിങ്ങളോട് പറയുകയല്ല. എൻ്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് എൻ്റെ ഹബീബിനെ വെച്ചുകൊണ്ടല്ല നിങ്ങൾ അളക്കേണ്ടത്. കൊണ്ടുപോയ ഞാൻ ആരാണ്, എൻ്റെ ഖുദ്റത്ത് എന്താണ്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനല്ലയോ അല്ലാഹു. ആ റബ്ബ് ഹബീബിനെ കൊണ്ടുപോയി ബുറാഖ് എന്ന വാഹനപ്പുറത്ത്. ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലാണ് കൊണ്ടുപോയത്. അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോകാന്ന. പിന്നെ ഒരു ലൈലൻ എന്നത് നിഖറയായി കൊണ്ടുവന്നാൽ ഐ ജുസ്അൻ മിനൽ ലൈൽ, രാത്രിയിലെ ഒരല്പസമയത്തിനുള്ളിൽ. എവിടെ നിന്ന് എവിടേക്ക്? മിനൽ മസ്ജിദിൽ ഹറാം. ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്ക പുണ്യഭൂമിയിൽ അല്ലാഹുവിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആരാധനാലയം അതാണ് കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ഭൂമിയെ വൽ അർള വളഅഹാ ലിൽ അനാം എന്ന വദഅ ചെയ്ത അല്ലാഹു തന്നെ പറയാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. അതുകൊണ്ട് ഭൂമിയുടെ കാലപ്പഴക്കം അറിയുന്നത് അല്ലാഹുവിനാണ്. ആ പടച്ചതമ്പുരാൻ പറയാ, എൻ്റെ ഭൂമിയെ ഞാൻ പടച്ചയിടം മുതൽ എൻ്റെ ഭൂമിയിൽ ആദ്യം എനിക്ക് വേണ്ടി ഞാൻ എന്നിലേക്ക് നിസ്ബ ചെയ്ത എൻ്റെ ഭവനമാണ് കഅബാലയം. അൻ തുഹിറാ ബൈതിയ, എൻ്റെ വീട് എന്ന് അല്ലാഹു പറഞ്ഞ വീട്. നാട്ടിലെ പള്ളികളൊക്കെ അള്ളാന്റെ വീടാണ്, പക്ഷെ അള്ളാന്റെ വീടായി നമ്മൾ വഖഫ് ചെയ്യുന്നതാണ്. പക്ഷേ കഅബാലയം അള്ളാഹു എൻ്റെ വീടാണ് എന്ന് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞതാണ്. ആ കഅബാലയത്തിൽ നിന്ന് നിബിതങ്ങളുടെ അമ്മായിയായിരുന്ന ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പുണ്യനിബിതങ്ങൾ കിടന്നുറങ്ങുന്ന ദിവസമായിരുന്നു അത്. ആ രാവിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടാകുന്നത്. ഹബീബിനെ കൊണ്ടുപോകാൻ ബുറാഖ് എന്ന വാഹനം വന്നു എന്ന് നമുക്കറിയാം. മസ്ജിദുൽ അഖ്സ, നമ്മൾ പറയും മസ്ജിദുൽ അഖ്സ എന്ന്. ശരിക്കും അത് അറബി വ്യാകരണ പ്രകാരം അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ള പള്ളി. അൽ എന്ന് ചേർക്കണം. അൽ മസ്ജിദുൽ അഖ്സ, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ്, അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, അങ്ങനെയൊക്കെ പറയാം. അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ്. അപ്പൊ ഒരു ചോദ്യം വന്നു, 500 കിലോമീറ്റർ അന്ന് യാത്ര ചെയ്യണമെങ്കിൽ മിനിമം 10 ദിവസം എടുക്കും ഒട്ടകപ്പുറത്ത്. അവർ 1000 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 20 ദിവസം എടുക്കും. ഒരു 2000 കിലോമീറ്റർ ദൂരെയാണെങ്കിലോ 40 ദിവസം എടുക്കും. 40 ദിവസം എടുക്കുന്ന 2000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു സ്ഥാനത്തേക്ക് പുണ്യ ഹബീബിനെ രാത്രിയിൽ അള്ളാഹു കൊണ്ടുപോയതാണ്. ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞത്. സൂറത്തുൻ നജ്മിൽ മിഅ്റാജിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്നാ പറയാ. ഇസ്രാ മാത്രമേ തുറന്നടിച്ചിട്ടുള്ളൂ.
ഞാൻ എൻ്റെ റസൂലിനെ കൊണ്ടുപോയി. ആർക്കാ ചോദിക്കാൻ വരുന്നത്? ചോദിക്കാൻ വാ, ഞാനാ കൊണ്ടുപോയത്. അതാണ് ഖുർആന്റെ ഭാഷ്യം. ഇത് ചില ആളുകൾക്ക് പരീക്ഷണമാണ്, ഇത് ഫിത്നയാണ്. ഇങ്ങനെ സംഭവിക്കുമോ? അപ്പൊ ഇങ്ങനെ സയൻസ് വെച്ച് നോക്കുമ്പോ ഇത് സംഭവിക്കാൻ സാധ്യതല്ല എന്ന് ചില ആളുകൾ പറയും. അവിടെ അവസാനിച്ചിട്ടില്ല. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന്, അൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, അൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഹബീബായ നബി തങ്ങളെ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി 5 നേരത്തെ നിസ്കാരം സമ്മാനമായി കൊടുത്ത് ഹബീബിനെ തിരിച്ചു പറഞ്ഞയച്ച് മസ്ജിദുൽ അഖ്സയിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക് ബുറാക്കിന്റെ പുറത്ത് വന്ന ആ യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന് പറയുന്ന ഈ റജബ് മാസത്തിലെ 27-ാം രാവ് എന്ന് പറയുന്നത്. അതിന്റെ പിറ്റേനാള് നമ്മൾ അള്ളാഹുവിന് ശുക്റായി നോമ്പെടുക്കുന്നവരാണ്. എന്തായിരുന്നു ആ യാത്ര? മനുഷ്യൻ സഞ്ചരിക്കുന്ന സ്പീഡിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പ്രകാശം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ വാച്ചിലേക്ക് നോക്കിയൊക്കെ സെക്കൻഡ് നോക്കുമ്പോൾ 2 സെക്കൻഡായി പോകും. ഒറ്റ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യണം. ഒരു സെക്കൻഡിൽ സൂര്യപ്രകാശത്തിന്റെ വേഗതയാണത്. അതുകൊണ്ടാണ് വശംസി വദുഹാഹ. എന്തിനാ അള്ളാഹു സൂര്യന്റെ പ്രകാശത്തെ സംബന്ധിച്ച് ഇങ്ങനെ അള്ളാഹു തആല സത്യം ചെയ്യുന്നത്? അത് ചെറിയൊരു സംഭവമല്ല. അത് നീ മനസ്സിലാവാത്തത് എന്തൊക്കെ കാണും. അള്ളാഹുവേ, വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹ, സൂര്യന്റെ ദുഹയെ തന്നെയാണ് സത്യം. സൂര്യന്റെ പ്രഭക്കാണ് ദുഹ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. അപ്പൊ മനസ്സിലായി, സൂര്യപ്രകാശത്തിനേക്കാളും വേഗതയുള്ള ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയില്ല. മുംകിനാണ്, മുസ്തഹീലല്ല. ശാസ്ത്രകാരന്മാരെ പറയാൻ നമുക്കറിയില്ല. കാരണം ഈ പ്രപഞ്ചം ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുകയാണെങ്കിൽ കോടി 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 കൊല്ലങ്ങളെടുക്കുമത്രേ. ഈ സ്പീഡിൽ പോയാൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോയാൽ, അങ്ങനെ പോകാൻ കഴിയില്ല എന്നാ. ആ സ്പീഡ് പ്രാപിക്കുമ്പോഴേക്കും വസ്തു ഊർജമായിട്ട് മാറും. ദ മാസ് വിൽ ടേൺ ഇൻ ടു എനർജി. പിന്നെ സാധനം കാണാൻ കിട്ടൂല എന്നാ, അത് ഊർജമായിട്ട് മാറിയിട്ടുണ്ടാവുന്ന. അപ്പൊ ഇതൊരു ഫിത്നയാണ് ചില ആളുകൾക്ക്. സയൻസ് കൊണ്ടാണ് ഞങ്ങൾ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നീ അവിടെ ഇരുന്നോന്ന് പറയേണ്ടി വരും. കാരണം ദീൻ എന്ന് പറയുന്നത് അഖ്ലുൻ മിനൽ ഖാരിജ്, അതാണ് വഹ്യ്. നിന്റെ ബുദ്ധി എന്ന് പറയുന്നത് വഹ്യുൻ മിനൽ ദാഖിൽ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന വഹ്യാണ്. പുറമെ നിന്നൊരു വഹ്യ് വരുന്നുണ്ട്, അതാണ് പുറമെ നിൽക്കുന്ന നിന്റെ അഖല്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന അഖല് പുറമെ കിടക്കുന്ന അഖലുമായി സിൻക്രണൈസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളെ ബോധിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിച്ചത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവർ പറഞ്ഞു, അൽ അഖ്ലു വഹ്യുൻ മിനൽ ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. നമ്മൾ കാണുന്നത്, ഈ പഠിക്കുന്നതും ഈ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതും ഇത് മാത്രമാണ് പഠനം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അറിവ് അതിനപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് സൂറത്തുൽ കഹ്ഫിലെ 10-20ഓളം ആയത്തുകളെ ഉപയോഗപ്പെടുത്തി ഖിദർ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അള്ളാഹു പരിചയപ്പെടുത്തിയതാണ്. ഖിദർ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയിടത്ത് അറിവിന്റെ സോഴ്സ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന് വഹ്യായി ലഭിച്ച തൗറാത്തിന്റെ അൽവാഹികൾക്കപ്പുറത്തേക്ക്, അള്ളാഹു നൽകുന്ന ഇൽഹാമിനപ്പുറത്തേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് പോലും ആക്സസ് കിട്ടാതിരുന്ന ചില അറിവുകളുടെ വാതായനങ്ങൾ മഹാനായ സയ്യിദുനാ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ തുറന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോഴാ ഇങ്ങനെയും അറിവിന്റെ ഒരു രീതിയുണ്ട് എന്ന് അള്ളാഹു മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما جعلنا الرؤيا التي يريناك إلا فتنة للناس. നബിയേ, അങ്ങയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളെ മനുഷ്യന്റെ പരിമിതമായ
അറിവിൻ്റെ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ഞാൻ കാണുന്നതോ ഞാൻ കേൾക്കുന്നതോ എനിക്ക് ബോധിക്കുന്നതോ അത് മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ചു വെക്കുന്ന യുക്തിവാദത്തിൻ്റെ ആളുകൾക്ക് നബിയേ അങ്ങേക്ക് ഇസ്രാഉം മിഅ്റാജും നടന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർ കളിയാക്കുന്നത് കാണാൻ കഴിയും നബിയെ. അവർക്കിതൊരു പരീക്ഷണമാണ്, അവർക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല. അതൊക്കെ പോട്ടെ, നമ്മളൊരു 500 കൊല്ലം ബാക്കിലേക്ക്, 500 വേണ്ട, ഒരു 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം മുമ്പ് ഒരു ഖതീബ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിച്ചു നോക്കൂ. പൊന്നാര ജനങ്ങളെ, ഒരു കാലഘട്ടം വരും കേട്ടോ, ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്ക് 4000 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ അവിടെ എത്താൻ കഴിയട്ടോ. ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അന്നത്തെ കാലം ഫ്ലൈറ്റുകൾ സുപരിചിതമായിട്ടില്ല. മനുഷ്യന് ആകാശത്ത് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന സാധ്യതകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമില്ലാതിരുന്നൊരു സമയത്ത് ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? അതൊരു ഫിത്നയാവൂലേ? ഈ മുസ്ലിയാരെന്താ യാതൊരു തലയും വാലും ഇല്ലാത്ത കാര്യമാണല്ലോ ഈ പറയണത്, കമ്മിറ്റിക്കാരെ പിരിച്ചുവിടൂലേ? എന്തേ? ജനങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള പക്വത ആയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇവിടുന്ന് ദുബൈയിലേക്ക് ഒരു 3-3.25 മണിക്കൂർ സമയം കൊണ്ട് ഫ്ലൈറ്റുകൾ എത്തിച്ചേരുന്നു, 2700 കിലോമീറ്റർ. ഇനിയൊരു സമയം കുറച്ചുകൂടെ അൾട്രാസോണിക് വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യാവുന്ന എയർപോർട്ടുകളൊക്കെ കേരളത്തിൽ വന്നാൽ ദുബൈയിലേക്കുള്ള സമയം ഒരു 40 മിനിറ്റായി ചുരുങ്ങും. മാതിരി ബടായിക്കാണോ പറയണത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇപ്പൊ തോന്നൂല. എന്തേ? ചില സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നതുകൊണ്ട്. ഇതൊരു 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഹബീബിനെ ഞാൻ ഇസ്രാ ചെയ്തു എന്ന് അല്ലാഹു തആല പച്ചയിൽ സുബ്ഹാന വെച്ച് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ സുബ്ഹാന പറഞ്ഞ് മിണ്ടാതിരുന്നോളൂ, ഈ സംഭവം ഞാൻ നടത്തിയതാണ്. ഇത് ഞാൻ എൻ്റെ ഹബീബിനെ കൊണ്ട് ഭൂമിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആകാശത്തേക്ക് എന്നെ കൊണ്ട് കഴിയുമെന്ന് ഈ ഭൂമിയിലെ യാത്രയെ ബോധിക്കുന്നവർക്ക് ആകാശത്തേക്കുള്ള യാത്രയെ പച്ചയിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മിഅ്റാജിനെ അള്ളാഹു തെളിച്ചു പറഞ്ഞില്ല എന്ന്. ഇസ്രാ തെളിച്ചു, അത് ഭൂമിയിൽ നടന്ന കാര്യമാണ്. ഇത് തിരിയുന്നോണല്ലേ അത് തിരിയേണ്ട കാര്യമുള്ളൂ. ഭൂമിയിൽ ഇത് സംഭവിക്കുമെന്ന് ബോധിക്കുന്നവർക്കല്ലേ ആകാശലോകത്തുള്ള ഹബീബിന്റെ യാത്രയെ പരിചയപ്പെടുത്തേണ്ടതുള്ളൂ. അതുകൊണ്ട് സൂറത്തുൻ നജ്മിൽ എന്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയായിരുന്നു, എന്റെ ഹബീബ് അനുഭവിച്ചത് സത്യം തന്നെയായിരുന്നു. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് കുബ്റയായ ഒരു ദൃഷ്ടാന്തം. ലഖദ് റആ മിൻ ആയാതിഹി അൽ ആയത്തുൽ കുബ്റാ എന്നാണ് ആയത്തിന്റെ വ്യാഖ്യാനം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം എന്റെ ഹബീബ് കണ്ടിട്ടുണ്ട്. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട കാഴ്ചയെ കുറിച്ചാണ് ഈ പറയണതെന്ന് അവിടെ ചില തഫ്സീറുകളൊക്കെ കാണാൻ കഴിയും. പക്ഷേ പ്രഗത്ഭരായ മുഫസ്സിരീങ്ങൾ പറയാം, ജിബ്രീൽ തങ്ങളെ മുത്തുനബി ദുന്യാവിൽ വെച്ച് കണ്ടിട്ടില്ലേ? വലിയ അത്ഭുതമാക്കി പറയാൻ മാത്രമുണ്ടോ? ഹബീബിനെ ദുന്യാവിൽ വെച്ച് ജിബ്രീൽ തങ്ങളെ മുത്തുനബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ടും നബി തങ്ങൾ അങ്ങോട്ടും. എത്ര തവണയാണ് വഹി ഇറങ്ങുന്നത്? അപ്പൊ പിന്നെ ഏതാണ് ഈ കുബ്റയായ ആയത്ത്? ഐ റുഇയത്തുല്ലാഹ്, പടച്ചതമ്പുരാനെ കണ്ടതാണ് ആ കാഴ്ചകളിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ്. അല്ലാഹു റബ്ബിനെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ഈ ജീവിതത്തിന്റെ അർത്ഥം അതാണ്. നമ്മളങ്ങ് ജീവിച്ച് മരിച്ച് നമ്മളൊക്കെ ഭൂമിന്റെ ഉള്ളിൽ പോകും. പിന്നെ ഈ മാസ്തുകുണ്ടിലെ ഈ മൈതാനത്തിരിക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നിരിക്കും. നമ്മുടെ മുൻഗാമികൾ ഇവിടെ ഇരുന്നിരുന്നു, ഇവരൊക്കെ മണ്ണിനുള്ളിലാണ്. നമ്മളും മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകും. വേറെ കുറെ ആളുകൾ ആ പരീക്ഷ ഇരിക്കാൻ വേണ്ടി ഇവിടെ വരും. അവരുടെ പരീക്ഷയും കഴിഞ്ഞാൽ അതിനുശേഷം വേറൊരു കൂട്ടർ വരും. ഇവരെല്ലാം എക്സാം കഴിഞ്ഞു പോകുന്നത് പടച്ചതമ്പുരാന്റെ ലിഖാഇന് വേണ്ടിയുള്ള യാത്രയിലേക്കാണ്. ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് നേരെ പോവാണ്. ഈ യാത്രക്ക് വന്നതാണ് നമ്മളെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഇത് പടച്ചതമ്പുരാന്റെ ലോകമാണ്. നമ്മൾ കുരുത്തക്കേട് കളിക്കുമ്പോഴേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്ന് കയ്യും കെട്ടി നിൽക്കേണ്ടവനാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം.
ഇത് പഠിപ്പിക്കാൻ ആ പുണ്യനബി തങ്ങൾ വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. പ്രഭാത വെളിച്ചത്തെ തന്നെയാണ് സത്യം നബിയേ, ഇരുൾ മൂടി വരുന്ന രാവിനെ തന്നെയാണ് സത്യം പ്രവാചകരെ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു നബിയേ അങ്ങയോട് പിണങ്ങിയിട്ടില്ല, അങ്ങയെ ഒഴിവാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടും ഇല്ല നബിയേ. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് 40-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ത്വായിഫിന്റെ മലമടക്കുകൾക്കപ്പുറത്ത് സഖീഫ് ഗോത്രക്കാരെ കാണാൻ അബ്ദുയാലീൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറയുന്ന ഗോത്രത്തലവന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മനാത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ത്വായിഫുകാരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ദഅവത്ത് ചെയ്യുന്ന പുണ്യനിബിതങ്ങളെ ത്വായിഫുകാർ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചപ്പോ, പരിശുദ്ധമായ കാലിൽ നിന്ന് ചോര വന്നൊലിച്ചപ്പോൾ, കാൽ വിരലുകളിൽ ചോര വന്നപ്പോ, വിരല് നമ്മള് നഖം മുറിക്കുമ്പോ ഒരൽപ്പമൊന്ന് കയറി കട്ട് ചെയ്താൽ, നഖത്തിനേക്കാളും ഒരിപ്പുറത്തേക്ക് ഒരൽപ്പമൊന്ന് മുറിഞ്ഞു പോയാൽ ആ നഖത്തിൽ അനുഭവിക്കുന്ന വേദനയൊന്ന് ചിന്തിക്കണേ. ആ കാലിലാണ് ഹബീബിന് മുറിവേറ്റത്. ചോര ഒലിച്ചുകൊണ്ട് വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന ഇന്നത്തെ മീഖാത്ത് നിൽക്കുന്ന ആ ഭാഗത്ത് ഹബീബായ നബി തങ്ങൾ ആ പാറക്കല്ലുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടൊരു ദുആ ചെയ്തു. യാ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക ളഅഫി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് യാ റബ്ബൽ മുസ്തദ്അഫീൻ. പടച്ചവനെ, സാധുക്കളായ ദുർബലരായ ഒന്നിനും കഴിയാത്ത സാധുക്കൾക്ക് നിന്നോടല്ലാതെ ആരോടാണ് റബ്ബേ കാര്യം ബോധിപ്പിക്കാനുള്ളത്? വിഷമം അനുഭവിക്കുന്നവന്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ളത് റബ്ബേ നിന്റെ മുമ്പിലല്ലയോ? ഹാഷിമി കുടുംബത്തിൽപ്പെട്ട ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഏറ്റവും വലിയ ബുദ്ധിജീവിയായിരുന്ന ജനങ്ങൾ ആരും വിളിച്ചു പറയാതെ നോട്ടീസ് അടിക്കാതെ ജനങ്ങൾ തന്നെ അൽ അമീൻ എന്ന് നാമകരണം ചെയ്ത് ആദരിച്ചിട്ടുള്ള പുണ്യ റസൂലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസ പ്രഖ്യാപനവുമായി ഇറങ്ങിയപ്പോഴേ ഹബീബിനെ കല്ലെടുത്ത് ഓടിച്ചു കളഞ്ഞത്. ആ കാലുകളിൽ നിന്ന് ചോര വന്നത് അദ്ദാസ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു നീനവക്കാരനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരനായ ഒരു മനുഷ്യനല്ലാതെ ത്വായിഫുകാരിൽ ആരും ഹബീബിനെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാ ഹബീബ് പറയുന്നത്, അല്ലാഹ് പടച്ചവനെ, ഖർനു സആലിബിൽ വന്നുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവേ, എന്റെ ദൗർബല്യം നിന്നെ ബോധിപ്പിക്കുകയാണല്ലാഹ്. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ബത്തി വഹുസ്നി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. ഞാൻ ആളുകളുടെ മുമ്പിൽ വിലയില്ലാത്തവനായി പോയല്ലോ റബ്ബേ. 52 വയസ്സ് തികഞ്ഞിരിക്കുന്ന നബി തങ്ങൾ 53-ാം വയസ്സിലേക്ക് പോകുന്ന റസൂലാണ് ഈ പറയുന്നത്. 53 വയസ്സ് പ്രവാചകത്വം ലഭിച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഹബീബിന് ഈ കല്ലേറുകൾ ഉണ്ടാകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, റബ്ബേ ഇലാ മൻ തകിലുനി, എന്റെ ദൗർബല്യം, എന്റെ നിസ്സഹായാവസ്ഥ എന്നെ ആളുകൾ വില വെക്കുന്നില്ലല്ലോ റബ്ബേ. ഈ സങ്കടം നിന്നെയല്ലാതെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, ഇലാ മൻ തകിലുനി, എന്നെ ആരെയാണ് റബ്ബേ, ആരിലേക്കാണ് റബ്ബേ എന്റെ വിഷയം നീ ഏൽപ്പിക്കുന്നത്? ആരെയാ റബ്ബേ നീ ഏൽപ്പിക്കുന്നത്?
ഇലാ ജബ്ബാരിൻ യതജഹമുനി അം ഇലാ അദുവിൻ മല്ലക്തഹു അംരീ. എന്റെ കാര്യം എന്റെ ശത്രുവിനെയാണോ റബ്ബേ നീ ഏൽപ്പിക്കുന്നത്? വലിയൊരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനന്റെ ഉത്തരമാണ് ഇസ്രാഉം മിഅ്റാജും. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു റബ്ബിനോട്, റബ്ബേ എന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ റബ്ബേ, എന്റെ ശത്രുവിനെയാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത് റബ്ബേ? എന്നോടൊരു ദയാവായ്പും കാരുണ്യവും കാണിക്കാത്ത ഭീകരരായ ആളുകളെയാണോ റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. പടച്ചവനെ, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ റബ്ബേ, ഈ വേദനയൊന്നും ഈ നിസ്സഹായാവസ്ഥയും ആളുകൾ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നതും എന്നെ ആട്ടിയോടിച്ചതും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നീ ദേഷ്യപ്പെട്ടിട്ട് ചെയ്യല്ല റബ്ബേ. നമ്മൾ മനസ്സിലാക്കണം, ഒരു അസുഖം വരുമ്പോ അള്ളാഹ് ദേഷ്യപ്പെട്ടത് കൊണ്ട് ആൾക്ക് ക്യാൻസർ വന്നത്, അങ്ങനൊന്നും പറയല്ലേ. അതൊന്നും അല്ല ഇതിന്റെ ഉത്തരം. ഒരപകടം വരുമ്പോ അത് മുമ്പേ നടക്കേണ്ടതായിരുന്നു, ഇതൊന്നും പറയാൻ നമ്മൾ ആരും അല്ലട്ടോ. അമ്പിയ ഇന്ന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ കഴിയൂ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അള്ളാഹു കഫാറത്തായി നാളെ ഖബറിലോ നാളെ മഹ്ശറയിലോ അദാബ് കിട്ടാതിരിക്കാൻ ദുന്യാവെന്ന് അള്ളാഹു ശിക്ഷ കൊടുക്കും. എന്തുകൊണ്ട്? ഉമ്മത്തി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. എന്റെ ഉമ്മത്തികൾ റഹ്മത്ത് ചെയ്യപ്പെട്ട ഉമ്മത്തികളാ. അവര് ചെയ്ത തെറ്റിന് ദുന്യാവിലൊരു പരീക്ഷണം അവർക്ക് വന്നാൽ നാളെ ആ തെറ്റിന് അല്ലാഹു അവിടെ ശിക്ഷിക്കൂല. നോക്കണം, നമ്മളെന്താ പറയാ? അങ്ങനെ കിട്ടേണ്ടത് തന്നെ. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ആർക്ക് രോഗം വരുന്നത് ശത്രുവിനാണെങ്കിൽ പോലും ഒരുപക്ഷെ അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും നമ്മൾ വലിയ അഹങ്കാരം കൊണ്ട് വലിയ ആളാന്ന് വിചാരിച്ച് നടന്നതിൻ്റെ പേരിൽ നമ്മളോട് അല്ലാഹു കോപിച്ചിരിക്കുകയുമാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും, അവർ രക്ഷപ്പെടുന്നതാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്കും സംഭവിച്ച മുസീബത്ത് നീ കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്.